Hi friends, welcome to Prepwise Economics. CUET PGയുടെ എക്കണോമിക്സിന്റെ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ. നമ്മൾ ഇത്രയും കാലമായി എക്കണോമിക്സിലെയും ഫസ്റ്റ് പേപ്പറിലെയും വിവിധ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഏകദേശം എല്ലാ പ്രിപ്പറേഷൻ ടൈമും അതിന്റെ അവസാന ഘട്ടവും കഴിഞ്ഞ് ഇനി ഒരു എക്സാം എഴുതുക എന്നൊരു ഘട്ടം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം, ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പലർക്കും പല മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ചില ആളുകൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും, ചില ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ പഠിച്ചതിന്റെ ആഹ്ലാദത്തിൽ എക്സാം എഴുതാൻ തയ്യാറെടുത്ത് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. എനിവേ, എന്തായാലും നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം എക്സാം എഴുതേണ്ടവരാണ്. നിർബന്ധമായിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യും. നമ്മൾ എക്സാം എഴുതുന്നത് കേന്ദ്രത്തിലെ ഏറ്റവും മികച്ച ഒരു കേന്ദ്ര സർവകലാശാലയിൽ ഒരു PG കോഴ്സിൽ എക്കണോമിക്സിലെ MSc എക്കണോമിക്സോ MA എക്കണോമിക്സോ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എക്കണോമിക്സോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മനോഹരമായിട്ടുള്ള കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ആ ഒരു അഡ്മിഷന്റെ മുമ്പിൽ ആകെ ഈ ഒരു CUET എന്ന് പറയുന്ന ഒരു കടമ്പ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്നാൽ ഈ CUET ഇത്രയും നിങ്ങൾ പഠിച്ചു, ഇത്രയും നിങ്ങൾ പ്രിപ്പയർ ആയി. ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ എക്സാമിന്റെ ഹാളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പൊതുവായിട്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമുകളും മറ്റുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. എനിവേ, നമ്മൾ എക്സാം എത്തുന്നതിന് മുമ്പ് നമുക്ക് എക്സാമിനേഷൻ സെന്ററും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഹാൾ ടിക്കറ്റിലൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടാവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹാൾ ടിക്കറ്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏകദേശം നമുക്ക് അറിയുന്നതാണെങ്കിൽ കൂടെ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറയുന്ന ഒരു പേപ്പർ നമുക്ക് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൃത്യമായിട്ട് 1 മണിക്കൂർ മുമ്പൊക്കെ ആ ഒരു എക്സാം സെന്ററിൽ എത്തുന്ന രീതിയിൽ, 1 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഹറിബറി ആവാതെ ആ ഒരു എക്സാം സെന്ററിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ യാത്ര പുറപ്പെടുക. എന്നിട്ട് അത് കൃത്യമായിട്ട് എത്തുക. അതൊന്നും ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ജനറൽ ആയിട്ട് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണെന്ന് മാത്രം. എന്തായാലും എക്സാമിനേഷൻ സെന്ററിൽ നേരത്തെ എത്തുക, ഹറിബറി ആയിട്ട് എത്താതിരിക്കുക. ഹറിബറി ആയിട്ട് എത്തിയ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ നേരം വൈകി ആകെ ബേജാറായിട്ടായിരിക്കും നമ്മൾ എന്താക്കാം ക്ലാസ്സിലേക്ക് കടക്കാം, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചതൊക്കെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വല്ല ടീയും സ്നാക്സോ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് എക്സാം ഹാളിലേക്ക് കയറാവുന്നതാണ്. എനിവേ, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നേരത്തെ എത്തിയും വേണ്ട. ഒരുപാട് നേരത്തെ എത്തിയാൽ അവിടെ ഇങ്ങനെ നമ്മൾ സാധാരണ പോസ്റ്റ് ആവാന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ. ഓക്കെ, അപ്പൊ പരീക്ഷാ ഹാളിൽ എത്തുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പരീക്ഷാ സെന്ററിൽ എത്തിയതിനു ശേഷം അവിടെ നമുക്ക് പരിചയമുള്ള, നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച, നമ്മോടൊപ്പം ഇതിനു വേണ്ടി CUET PG എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു ടെൻഡൻസി എന്താന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എന്താണ്, നമ്മുടെ പേടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയാണ് സ്വാഭാവികമായിട്ടും പരീക്ഷയുടെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ എക്സാം മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം. അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പഠിച്ചത്. എല്ലാവരുടെയും അപ്രോച്ച് ഒരേപോലെ ആയിരിക്കില്ല. ഒരാൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്, ഇപ്പൊ ഞാൻ എക്സാം ഹാളിൽ കടക്കുന്നതിന് മുമ്പ് ഞാനൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സുഹൃത്തിനോട് പേടിയോടുകൂടെയാണ് പറയാം. ആ പേടി സ്വാഭാവികമായിട്ടും എന്റെ സുഹൃത്ത് പഠിച്ചതാണെങ്കിൽ കൂടെ ആ സുഹൃത്തിനെ പകർന്നു നൽകും. അപ്പൊ ആ ഒരു പേടി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു വൈറസ് പേടി എന്നാണോ നമ്മൾ പറയാറുള്ളത്. കാരണം ഈ പേടി പെട്ടെന്ന് പകർന്നു പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടാൽ ആരെയും കണ്ടാൽ മിണ്ടാതിരിക്കണം എന്നല്ല, പകരം കൃത്യമായിട്ട് കണ്ട് സുഖകരങ്ങളൊക്കെ അന്വേഷിച്ച് റിലാക്സ് ആയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട്, നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാണ്ടിരിക്കാം. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാമിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോവാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എക്സാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അനുഭവമാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് സ്മാർട്ടായിട്ട് ഹാർഡായിട്ട് കുറെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ എക്സാം ഹാൾ എത്തുന്നതിന് മുമ്പ് മെല്ലെ ഓരോന്നും ഇങ്ങനെ ആരോ വന്ന് ഡിലീറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീല് നമുക്കുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെൻഡൻസിയാണ്. അത് ഒരു രോഗമൊന്നുമല്ല, പകരം നമ്മുടെ പേടി കാരണമാണ്. പേടി കാരണം നമ്മൾ പഠിച്ചതൊക്കെ അവിടെ ഉണ്ട്, ഒന്നും മറന്നു പോയിട്ടില്ല. ബട്ട് പേടി എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മുടെ പഠിച്ചതിന്റെ മുകളിൽ ഒരു കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ പേടി ഒഴിവാക്കുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റ് ആൻസൈറ്റി എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയാം. ആ ഒരു ടെസ്റ്റ് ആൻസൈറ്റി നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് കൃത്യമായിട്ട് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെയും റിമൈൻഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. ഓക്കെ, നിങ്ങൾ റിവിഷൻ ചെയ്ത ആളുകളാണ്, പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്, എല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ആ മൈൻഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഷുവർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൃത്യമായിട്ട് ഉണ്ടാവുക. ഏറ്റവും അവസാനത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. പഠിച്ച കുട്ടികളും പഠിക്കാത്ത കുട്ടികളൊക്കെ വരും. തയ്യാറെടുപ്പ് നടത്തിയ കുട്ടികളും കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടത്താത്ത കുട്ടികളൊക്കെ CUET PG പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് വരുമ്പോൾ ചില ആളുകളുടെ മുഖത്തൊക്കെ പാനിക് കാണാൻ പറ്റും. ആ ഒരു പാനിക് കണ്ടാൽ ചിലപ്പോൾ അതോടുകൂടെ നമ്മളും ഡൗൺ ആവും. അതുവരെ നമ്മൾ ആത്മവിശ്വാസത്തോടെ വന്ന് നമ്മൾ ചില ആളുകളുടെ മുഖം കാണുമ്പോൾ വല്ലാതെ ഡൗൺ ആവും. അത് കൃത്യമായിട്ട് ഇല്ലാതിരിക്കുക, അത് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടോ, നമ്മൾ എങ്ങനെ തയ്യാറെടുത്തിട്ടുണ്ടോ, അത് നമുക്ക് കൃത്യമായിട്ടും ഫ്രൂട്ട്ഫുൾ ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ ഈ ഒരു കോഴ്സിന് ചേർന്നിട്ട് ഇതിനു വേണ്ടി ഇത് ക്രാക്ക് ചെയ്യണമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ, പൂർണ്ണ ബോധത്തോടുകൂടെ, പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടെ പഠിച്ചവരാണ് നിങ്ങൾ. ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചാലും പാർഷ്യലി പഠിച്ചാലും എത്രയാണോ നിങ്ങൾ ചെയ്തതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ എക്സാമിനേഷൻ ഹാളിന്റെ കയറുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഹാൾ ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അതിന്റെ ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ്, പെന്ന്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താം. ഇനി എക്സാം ഹാളിൽ കയറിയതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് 2 സെക്ഷൻ ആണ് ഉള്ളത് അല്ലെ. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് ഒരു അടുത്ത സ്ലൈഡ് പറയും. ഇനി നമുക്ക് 2 സെക്ഷൻ 1ഉം സെക്ഷൻ ബി, അല്ലെങ്കിൽ സെക്ഷൻ എ, സെക്ഷൻ ബി. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ജനറൽ പേപ്പർ ആണ്, 25 ക്വസ്റ്റ്യൻസ് ഉണ്ടത്. ദെൻ സെക്കൻഡ് സെക്ഷൻ ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ഉള്ളത്, 75 ക്വസ്റ്റ്യൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സെക്ഷൻ, ഏത് സെക്ഷൻ ആണോ നമുക്ക് എക്സാമിന് പൊതുവെ ആ ഒരു ഇന്റർഫേസ് വരെ നമുക്ക് 2 സെക്ഷനും തുടങ്ങാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഏത് സെക്ഷൻ ആണോ നിങ്ങൾക്ക് ഏറ്റവും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് അത് തുടങ്ങാം. ഒന്നാമത്തെ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തുടങ്ങാം. അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ, അതായത് എക്കണോമിക്സിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. നോർമലി രണ്ടും വലിയ ടഫ് ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങുന്നതാണ് സാധാരണ നല്ലത്. എനിവേ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് തുടങ്ങാം. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ, ഡോണ്ട് വേസ്റ്റ് ഓൺ സിംഗിൾ ക്വസ്റ്റ്യൻ ഓർ സെഷൻ. ഒരു സെഷനെയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ മുകളിലോ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ ഇടങ്ങാറായി കുത്തിരിക്കേണ്ട ആവശ്യമില്ല. ചില ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം തരാൻ വേണ്ടിയിട്ടല്ല NTA ഇടുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസും ഷുവറാണ് വരും. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ NTA വലിയൊരു ഏജൻസി ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ ആൻസർ തെറ്റിക്കുകയും വേണം. പൂർണ്ണമായിട്ടും 100ന് 100 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുമെന്നും ആരും പറയുന്നില്ല. പകരം അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നോക്കാൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷൻ മൊത്തം, ഇപ്പൊ ജനറൽ സെക്ഷൻ അല്ലെങ്കിൽ ജനറൽ പേപ്പറിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ടഫ് ആണ്, അല്ലെങ്കിൽ സബ്ജക്ട് പേപ്പറിന്റെ ഭാഗം കംപ്ലീറ്റ് ടഫ് ആണ്, അറിയുന്ന കാര്യങ്ങളുടെ മേൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിയാത്ത കാര്യങ്ങളുടെ മേൽ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ് ചെയ്ത്, കാരണം നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 160 മിനിറ്റ് ആണ് ആകെ ഉള്ളത്. 120 മിനിറ്റ് ആണ് ആകെ ഉള്ളത്. ഈ 120 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ തന്നെ മാത്സും മെന്റൽ എബിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പ്രോബ്ലം വൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എക്കണോമിക്സിൽ തന്നെ മാത്സ് വരുന്നതുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അറിയാത്ത ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അറിയുന്നത് എന്താണോ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് വന്നാൽ മതി. അറിയാത്ത കാര്യത്തിന്റെ മുകളിൽ നമ്മൾ ഗസ് ചെയ്ത് മൈനസ് മാർക്ക് വരുത്തേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മൈനസ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് ചിലപ്പം, ഞാൻ മുമ്പ് അതായത് ഇൻട്രൊഡക്ഷന് പറഞ്ഞിരുന്നു, നമുക്ക് 4 അല്ലെങ്കിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാം. ഒന്ന്, നമുക്ക് ആൻസർ വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് ആൻസർ അറിയുന്നതുണ്ടാവും. ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ അതിന്റെ ഓപ്ഷൻസ് നോക്കാതെ തന്നെ ആൻസർ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻസ് വായിച്ച് ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഇതാണ് ആൻസർ എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻസ് വായിച്ച് നമുക്ക് ആൻസർ അറിയില്ല,
ബട്ട് ഓപ്ഷൻസ് നോക്കിയാൽ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതാണ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും നമുക്ക് ഫേവറബിൾ ആണ്. ദെൻ മൂന്നാമത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായിട്ടില്ല, ആൻസർ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമുള്ളൂ. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ കറക്കി കുത്താൻ നിന്നാൽ അവിടെ നമ്മുടെ ആൻസർ തെറ്റാവാനും അവിടെ നെഗറ്റീവ് മാർക്ക് വരാനും സാധ്യതയുണ്ട്. പരമാവധി നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ച ആൻസേഴ്സ് ശരിയാക്കിയിട്ടും നിങ്ങൾ ഏതോ ഒരു ജസ്റ്റ് മിസ്റ്റേക്കിന്റെ പേരിൽ തെറ്റായ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ തെറ്റായ ഒരു നെഗറ്റീവ് മാർക്കിന്റെ മുകളിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാം. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ദെൻ പരീക്ഷയുടെ സമയത്തുള്ള ടൈം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ പറയാം. ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ദെൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ചിന്തിക്കുക, കെയർഫുൾ ആയിട്ട് ചിന്തിക്കുക ഇതെന്താണെന്നുള്ളത്. ഒരുപാട് ചിന്തിക്കാനൊന്നും നേരില്ല, എന്നാലും കൃത്യമായിട്ടൊന്ന് ചിന്തിക്കുക. എന്നിട്ട് കോൺഫിഡൻസോട് കൂടെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ പഠിച്ച ആളുകളാണ്, നിങ്ങളൊരു കോഴ്സിന് ചേർന്ന് ആ കോഴ്സിൽ കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ റിവിഷൻ ഒക്കെ നടത്തി എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കി തീരെ കോച്ചിങ്ങിന് പോവാത്ത കുട്ടികൾക്കില്ലാത്ത ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കോൺഫിഡൻസോട് കൂടെ ആൻസർ ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ നമുക്ക് NTA ട്രാപ്പ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് തരും. ചിലപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഏകദേശം 4 ഓപ്ഷൻസ് നോക്കിയാലും 4ഉം ഏകദേശം ഒരേപോലത്തെ ആൻസർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് പ്രോബ്ലം ചെയ്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ആൻസർ കറക്റ്റ് ആവൂ. അത്തരം ട്രാപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എക്കണോമിക്സിലായാലും അത് ഫസ്റ്റ് പേപ്പറിലായാലും അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എക്കണോമിക്സിൽ നമ്മൾ പറയുന്ന സമയത്ത് എക്കണോമിക്സിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണ ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മോട് ചോദിക്കുള്ളൂ. ചിലപ്പോൾ നമ്മുടെ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് ടഫ് ആവാം, ചിലപ്പോൾ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് ഈസി ആവാം. എക്സാമിന്റെ സ്റ്റാൻഡേർഡ് ടഫ് ആയി എന്നതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ടഫ് ആയതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ ഒരു ലെവല്, അതായത് ഈസിനെസ് കുറഞ്ഞ് ടഫ് കൂടിയാൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് മാർക്ക് കുറയും. കട്ട് ഓഫ് മാർക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കയറി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ഈസി ആണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ കൂടും. എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ഈസി ആവാം, ബാക്കിയുള്ള ആളുകൾക്കും ഈസി ആവും. ടഫ് ആകുമ്പോൾ നമുക്ക് മാത്രമല്ല ടഫ് ആവാം, ബാക്കിയുള്ള ആളുകൾക്കും ടഫ് ആവും. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈസി ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ കൂടാനും സാധ്യതയുണ്ട്. ഈസി ആവുന്നത് ഇടങ്ങാറാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, രണ്ടും നമുക്ക് ഗുണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയതിൽ വെച്ച് എക്കണോമിക്സിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഇനി 75 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 45 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 40 അബോവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഒരു എക്കണോമിക്സിന്റെ ഓവറോൾ ഐഡിയ ഉള്ള ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന 40+ ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവർ ആയിട്ടുണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസ് മാത്രമേ കുറച്ചുകൂടി നമ്മൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ടതുണ്ടാവുള്ളൂ. അപ്പൊ അത് നമുക്ക് വളരെ ഷുവർ ആയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. എക്കണോമിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മൈക്രോ എക്കണോമിക്സ് നിന്നും മാക്രോ എക്കണോമിക്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് നിന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എക്കോണമി റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി മുമ്പത്തെ ക്വസ്റ്റ്യൻസ് അതേ തവണ ആവർത്തിച്ചില്ലെങ്കിൽ പോലും സെയിം കോൺസെപ്റ്റ് തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ആ ക്വസ്റ്റ്യൻ അതേപോലെ ആവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരാം. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കോൺസെപ്റ്റുകൾ പിന്നെയും ആവർത്തിക്കാം എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ആ ഒരു ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസർ എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ദെൻ ട്രാപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, കോൺഫിഡൻറ്റോടുകൂടി ആൻസർ ചെയ്യുക. എക്സാമിന്റെ സമയത്തുള്ള ഒരു ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം 2 പേപ്പർ ആണല്ലോ, 2 ഹവർ ആണ്. അതായത് 100 ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. 100 ക്വസ്റ്റ്യന് 120 മിനിറ്റ് ആണ് നമുക്കുള്ളത്.
ഈ 120 മിനിറ്റ് 100 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2 1 മിനിറ്റും 20 സെക്കൻഡുമാണ് നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയി കിട്ടാം. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 1 മിനിറ്റും 20 സെക്കൻഡും വേണമെന്നില്ല. ചിലത് നമുക്ക് വളരെ കുറച്ച് ടൈം മതി. അപ്പൊ ഓരോരുത്തർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, ഈസിലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആണ് എല്ലാവർക്കും നല്ലത്. എന്നിരുന്നാൽ പോലും നമുക്ക് മാക്സിമം സാധാ ഒരു ക്വസ്റ്റ്യന്റെ മേലിൽ 1 മിനിറ്റ് ഒക്കെ എടുക്കാം. പിന്നീട് നമുക്ക് മാത്തമാറ്റിക്കൽ സോൾവ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പേപ്പർ 1-ലാണെങ്കിൽ മെന്റൽ എബിലിറ്റി നമ്മൾ കുറച്ചൊക്കെ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ട ചില ഭാഗങ്ങൾ ഉണ്ടാവും. ആ ഭാഗങ്ങൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ സമയം നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ, അറിയുന്ന ക്വസ്റ്റ്യന്റെ മുകളിൽ തന്നെ ചിലപ്പോൾ ചൊറഞ്ഞു കൂടുന്ന ഒരു പരിപാടി ചില ആളുകൾക്കുണ്ട്. ഓക്കെ, ഇപ്പോ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നമുക്ക് ആൻസർ കിട്ടി, ബാക്കി 3 ഓപ്ഷൻ NT എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, NT അതായാലും വെറുതെ ഇങ്ങനെ ആലോചിച്ച് സമയം കഴിയുന്ന ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ ആളുകൾ ഉണ്ടാവാം. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ യാതൊരുവിധ കാരണം ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണിക്കൂറാണ്. അടുത്തൊരു 2 വർഷത്തേക്ക് നിങ്ങൾ ഏത് സർവകലാശാലയിൽ പഠിക്കണമെന്നും ഏത് കോഴ്സ് പഠിക്കണമെന്നും നിങ്ങളുടെ ബാക്കിയുള്ള കരിയർ എങ്ങനെയാവണമെന്നും തീരുമാനിക്കപ്പെടുന്ന 2 മണിക്കൂറാണ്. ആ ഒരു 2 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട 2 മണിക്കൂറാണ് ഈ ഒരു 2 മണിക്കൂർ എന്നുള്ള ബോധ്യത്തോടു കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എക്സാം ഹാളിൽ ഇരിക്കുക, അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവ് മാർക്ക്, അറിയാത്ത ക്വസ്റ്റ്യൻ തീരെ അറിയില്ലെങ്കിൽ അത് ചെയ്താലും കിട്ടിയില്ലെങ്കിൽ അത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി ചെയ്താൽ കിട്ടുമെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് അവിടെ നമുക്ക് ചെയ്യാം. നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈം മാനേജ്മെന്റുമായിട്ട് നമ്മൾ ഒരു മാക്സിമം ഒരു 1 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 1 മിനിറ്റും കൊടുക്കേണ്ടതില്ല, ഒരു 50 സെക്കൻഡ്സ് ഒക്കെ കൊടുത്താൽ മതി. ബാക്കി നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് ബാക്കി ടൈം മാറ്റി വെക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 1ഉം പേപ്പർ 2ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പേപ്പർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം രണ്ടും ഡിറ്റർമിനന്റ് ആണ്, രണ്ടും ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ആണ്. ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള പരിപാടി നടക്കില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എന്താ പറയാ ലാസി ആയിട്ട് ഒഴിവാക്കരുത്. നിങ്ങൾ അങ്ങനെ ഒഴിവാക്കില്ല, കാരണം അത്രത്തോളം ഇന്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. എനിവേ, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ ഒരുപാട് നോക്കിയിട്ടുണ്ട്, ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കുറെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു CUET എക്സാമിന് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രിപ്പറേഷൻസ് ആണ്. ഈവൻ 1% നിങ്ങളുടെ 1% പൊട്ടൻഷ്യൽ മാത്രമാണ് നിങ്ങൾ CUET കോച്ചിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ CUET PG എൻട്രൻസ് എക്സാമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ 1% നിങ്ങളുടെ മാർക്കിൽ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ നിരാശരാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിധിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടത് 100% നിങ്ങൾക്ക് കിട്ടും. അതിലൊരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ഞാൻ അവസാനമായിട്ട് പറയുന്നത്, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള ഒരു MA എക്കണോമിക്സിന്റെയോ MSc എക്കണോമിക്സിന്റെയോ ഒരു സീറ്റ് ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച ഒരു കേന്ദ്ര സർവകലാശാലയിൽ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് 100% ഉറപ്പാണ്. അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ഭാവുകങ്ങൾ നേരുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.